അങ്ങനെ സച്ചിയും രേവതിയും രാവിലെ തന്നെ പൂവെടുത്ത് വരുന്ന സമയത്ത് സച്ചിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. രേവതിയെ നിർബന്ധിച്ച് ഒരു ഹോട്ടലിൽ കയറ്റുന്നുണ്ട് സച്ചി. എന്നാൽ സുധിയുടെ നിർഭാഗ്യവശാല് അവർ രണ്ടുപേരും സുധി ജോലി ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയാണ് കയറുന്നത്. അവിടെ വെച്ച് സച്ചിയും രേവതിയും സുധിയെ കാണുന്നുണ്ട്. സച്ചിക്ക് നന്നായിട്ട് ആ ഹോട്ടലിന്റെ ഉടമയെ അറിയാട്ടോ. സച്ചി എന്തായാലും അവിടെ ഇട്ട് നിർത്തി പൊരിക്കുന്നുണ്ട് സുധിയെ. നന്നായിട്ട് നാണം കെടുത്തുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ആ ഹോട്ടലിലെ ഓണറോട് നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി സച്ചി പറയാണ്. അങ്ങനെ സച്ചി ഈ വിവരം വീട്ടിൽ അറിയിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് സുധി ഓഫീസിലേക്ക് പോകുക എന്നുള്ള മട്ടില് അലക്കി തേച്ച് വൃത്തിയാക്കി ഡ്രസ് ഇട്ടുകൊണ്ട് വരുന്നതാണ്. എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് സുധി പറയുന്നുണ്ട്, അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ റെഡി ആയില്ലേ? എനിക്ക് എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ എത്തണം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി ആകെ ഒന്ന് ഞെട്ടിപ്പോവാട്ടോ. ഹോട്ടലിലോ? അത് പിന്നെ അമ്മേ, ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ എത്തണമെന്ന് പറയുമായിരുന്നു ഞാൻ. ഓ അങ്ങനെ, എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തണം. അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അയാൾ എന്നെ ഒഴിവാക്കി വേറെ ആരെങ്കിലും നോക്കും. എന്തൊക്കെയാണ് സുധി നീ പറയുന്നത്? ഇന്റർവ്യൂ ചെയ്ത് നിന്നെ ഇഷ്ടപ്പെട്ട അയാളെ എടുത്താന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെയാ നിന്നെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുക? ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട്, എന്റെ ചന്ദ്രേ, ഓരോ ഓഫീസിലെ വ്യത്യസ്ത ഡിസിപ്ലിൻസ് ആയിരിക്കും. അവിടെ ഇന്ന സമയത്തൊക്കെ എത്തണം എന്നുണ്ടാകും. ആ സമയത്ത് എത്തിയില്ലെങ്കിൽ ഏതൊരു ഓഫീസിലാണെങ്കിലും മറ്റൊരാളെ നോക്കില്ലേ? അപ്പൊ സുധി പറയുന്നുണ്ട്, അതെ കറക്റ്റ് അച്ഛാ. അയാൾക്ക് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാലേ പ്രാന്താ. അപ്പോ അത് നമ്മൾ പാലിക്കണ്ടേ? ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അതെ ഇതെന്താ ഒരു ഹോട്ടൽ ചിട്ടയൊക്കെ പോലെ? ഇന്നലെ നീ സാധനം മേടിച്ചോണ്ട് വന്നതേ കൂലിപ്പൈസ കിട്ടുന്ന പോലെയാണ്. ഇന്നിപ്പോ നീ പറയുന്നു നിനക്ക് നേരത്തെ അവിടെ എത്തണം, ഇല്ലെങ്കിൽ നിന്നെ ഒഴിവാക്കി അയാൾ വേറെ ആളെ എടുക്കുന്നു. അച്ഛാ എന്താ അച്ഛൻ ഇതിന്ന് മനസ്സിലാകുന്നത്? ഇവ ഹോട്ടലിൽ വല്ലതുമാണോ ജോലി എടുക്കുന്നത്? ഇത് കേട്ടപ്പോ സത്യം വെളിച്ചത്താവോ എന്നുള്ള മട്ടില് ശ്രുതിയാകെ വേർക്കാൻ തുടങ്ങാട്ടോ. ആ സമയത്ത് ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, സച്ചി നിനക്ക് അഹങ്കാരോ? എന്റെ ശ്രുതിയോട് അഹങ്കാരം. നിനക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് നിനക്ക് എന്ത് കൂലിപ്പണി വേണമെങ്കിലും എടുക്കാം. പക്ഷെ എന്റെ ശ്രുതിയുടെ കാര്യം അങ്ങനെയല്ല. സുധി ഇതുവരെ വീട്ടിലിരുന്നത് അവന്റെ പഠിപ്പിനനുസരിച്ച് ജോലി കിട്ടാത്തതുകൊണ്ട് മാത്രം. അല്ലാതെ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാത്തവർക്ക് നിന്നെപ്പോലെ ഏത് കൂലിവേല വേണമെങ്കിലും ചെയ്യാം. നിന്നെ മാത്രം എന്തിനാ പറയുന്നത്? ഇവക്കും വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇവള് പൂ കെട്ടുന്ന ജോലി ചെയ്യുന്നത്. ഓ പൗഡർ ഏട്ടത്തിക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടായിരിക്കും ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നത് അല്ലയോ? വിദ്യാഭ്യാസം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിലേ കളക്ടർ ഉദ്യോഗം നേടിയേനെ. അപ്പൊ രവി പറയുന്നുണ്ട്, ശ്രുതി നിർത്ത്. നീ എന്തിനാ മോളെ ഏത് സമയം സച്ചിയുടെ ജോലിയെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത്? അതെന്താ അച്ഛാ? അപ്പൊ അച്ഛൻ സച്ചിയുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. സുധി ഇത്ര നേരം ഇവൻ വില കുറിച്ച് സംസാരിച്ചതൊന്നും അച്ഛൻ കാര്യം വെക്കുന്നില്ലേ? മോളെ അവനവന്റെ സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഉള്ള കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്. അതുപോലെ ഞങ്ങളും അങ്ങനെ തന്നെ അച്ഛാ പറയുന്നത്. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും കൊടുക്കേണ്ട മറുപടി തന്നെയാ ശ്രുതി മോള് കൊടുത്തത്. ഇവൻക്ക് ഇതൊന്നും കൊടുത്താ പോരാ. എന്നാലും എന്റെ സുധി, മോൾക്ക് നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ അമ്മയോട് പറയാൻ പാടില്ലായിരുന്നു. ആ രേവതിയെ നേരത്തെ എഴുന്നേൽപ്പിക്കായിരുന്നില്ലേ? ഇനിയിപ്പോ എന്തായാലും അവൾക്ക് രാവിലെ പൂവെടുക്കാൻ പോകാൻ പറ്റില്ല. സുധിക്ക് ഭക്ഷണം ഉണ്ടാക്കണല്ലോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എങ്ങനെ? ഇവന് ഭക്ഷണം ഉണ്ടാക്കാനാണോ ഞാൻ എന്റെ ഭാര്യയെ കെട്ടിക്കൊണ്ട് നീ വീട്ടിലോട്ട് കൊണ്ടുവന്നത്? നിങ്ങളുടെ മകന് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലേ വേറെ ആളെ നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ നിന്നോ. അല്ലാതെ എന്റെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിയിട്ടേ ഇവൻ അങ്ങനെ കഴിക്കണ്ട. രേവതി ഞാൻ പോവുക. ഇവിടെ നിന്നാലേ സംസ്കാരം ഇല്ലാത്ത ചിലര് പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കേണ്ടി വരും. അച്ഛാ ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ചൊക്കെ പോണേ മോനെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. ശരി. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് രാത്രി സമയമാണ്. ചന്ദ്ര രേവതിയെ ആർത്ത് വിളിക്കുന്നുണ്ട്, രേവതി എടി രേവതി, നീ ഇത് എവിടെ പോയി കിടക്കുക? എന്താ അമ്മേ, എനിക്ക് കിച്ചണിൽ 100 കൂട്ടം പണിയുണ്ട്. അമ്മ ഇങ്ങനെ വിളിക്കുമ്പോൾ ഓടിപ്പാഞ്ഞ് എത്താൻ പെട്ടെന്ന് പറ്റില്ല. എന്താടി, എന്താ നീ പറഞ്ഞത്? ദേ നിന്റെ ഭർത്താവ് പറഞ്ഞു കേട്ട് നീ ഇങ്ങനെ എന്റെ തലയിൽ കയറി തുള്ളാൻ നിൽക്കണ്ട കേട്ടോ. അമ്മേ എന്റെ ഭർത്താവിനെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്തുതരാം. ആ സമയത്ത് ചന്ദ്ര ചുറ്റിലൊന്നും നോക്കുന്നുണ്ട്. ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അതെ നീ നാളെ നേരത്തെ എഴുന്നേൽക്കണം. ഞാൻ സാധാരണ നേരത്തെ 3:30 എഴുന്നേൽക്കാറുണ്ട്. അത് അമ്മ കാണാത്തത് എന്റെ കുഴപ്പമില്ല. അത് നീ പൂ വാങ്ങാൻ വേണ്ടി പോകുന്നതല്ലേ അത്രയും നേരത്തെ? അതെ. എങ്കിൽ പിന്നെ നീ നാളെ മുതൽ പൂ വാങ്ങിക്കാൻ പോകണ്ട. എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓരോ ദിവസം എനിക്ക് ഒരുപാട് ഓർഡറാണ് കിട്ടുന്നത്. അവരൊക്കെ രാവിലെ തന്നെ എന്റെ പൂവും കാത്തു നിൽക്കുന്നവരാ. പെട്ടെന്നൊരു ദിവസം അതില്ലെന്ന് വിളിച്ച് പറയുമ്പോൾ അവർക്ക് എന്നോടുള്ള വിശ്വാസമല്ലേ കുറയാ അമ്മേ? അയ്യോ, വിശ്വാസം ഉണ്ടാക്കിയെടുത്തിട്ട് വലിയ കാര്യമല്ലേ? എന്തിനാടി വല്ല നക്കാപ്പിച്ചക്ക് നീ അവിടെ കിടന്ന് ജോലി ചെയ്യുന്നത്? അത് മാത്രമല്ല എനിക്കത് നല്ല നാണക്കേടാ. അമ്മയ്ക്ക് നാണക്കേടുണ്ടെങ്കിലേ അത് സച്ചേട്ടനോട് പറ, അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും ആ കട തല്ലിപ്പൊട്ടിക്കാനൊന്നും പോകുന്നില്ല. ആ കട അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ജോലി ചെയ്യും. എടി നീ എന്ന് മുതലടി എന്നോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കാൻ തുടങ്ങിയത്? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടോളണം. നാളെ രാവിലെ നീ പൂ വാങ്ങിക്കാൻ പോവണ്ട. പകരം എന്റെ സുധിക്ക് രാവിലെ കൊണ്ടുപോവാൻ 2 തരം കറിയും പിന്നെ ചോറും അതിന്റെ കൂടെ തോരനും അവിയലും അങ്ങനെ എല്ലാം ഉണ്ടാവണം. അമ്മേ ഇതെന്താ അമ്മയ്ക്ക് ശ്രുതിയോട് പറഞ്ഞാല് അവൾക്ക് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഉണ്ടാക്കി വെക്കാവുന്നതല്ലേ ഉള്ളൂ ഇതൊക്കെ.
എന്താടി എന്താ നീ പറഞ്ഞത്? ശ്രുതിമോളെ വലിയ വീട്ടിലെ കുട്ടിയാ, അവക്കേ ഇതുപോലെ അടുക്കള കയറി നിറങ്ങേണ്ട ആവശ്യമില്ല. നീയെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തോടത്തുനിന്ന് വന്നതല്ലേ, ആ നിനക്ക് ഞാൻ ഇത്രയും സൗകര്യം തരുന്നതിന് വലിയ കാര്യമൊന്ന് കൂട്ടിക്കോ. അമ്മേ ഇതൊക്കെ കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ അമ്മേ. എന്തായാലും എനിക്ക് സച്ചിയേട്ടൻ പറയുന്നത് കേൾക്കാൻ പറ്റൂ, അമ്മ പറയുന്നത് കേൾക്കാൻ അസൗകര്യമുണ്ട്. എന്നാ പിന്നെ നിന്റെ ഭർത്താവിനെ കൂട്ടി ഇവിടുന്ന് ഇറങ്ങി പോടി. എന്നിട്ടേ നിങ്ങൾക്കൊരു മുത്തശ്ശി ഉണ്ടല്ലോ, അവരുടെ കൂടെ പോയി ജീവിച്ചോ. അതൊന്നും അമ്മ പറയണ്ട, മുത്തശ്ശി ഞങ്ങളെ പൊന്നുപോലെ നോക്കും. ഞാൻ അവിടെ താമസിച്ചിരുന്ന കാലത്ത് എനിക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോഴാ ഞാൻ വെറും ഒരു ജോലിക്കാരിയായി മാറിയത്. ദേ അതും ഇതും പറഞ്ഞ് നീ എന്റെ മുന്നിൽ ഓരോ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. നാളെ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിരിക്കണം. ഇനി നാളെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലാന്നുണ്ടെങ്കിലേ ദേ ഈ ചന്ദ്രയുടെ സ്വഭാവം നീ മര്യാദയ്ക്ക് അറിയും. അപ്പൊ രേവതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അതെന്തോ ഇനി ബാക്കി അറിയാൻ കിടക്കുന്നത്. എന്താടി എന്താ നീ പറഞ്ഞത്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. അമ്മേ എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു വെക്കാം. എനിക്ക് എന്തായാലും നാളെ പൂവെടുക്കാൻ പോകണം. ശരി എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം പറയാം. നീ 2 മണിക്ക് എഴുന്നേച്ചിട്ടേ ഈ പൂവെടുക്കാൻ പോ. എന്നിട്ട് വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. അമ്മേ ഈ 2 മണിക്കൊന്നും എവിടെയും പൂവ് കിട്ടത്തില്ല, അതൊക്കെ കൊണ്ടുവരുന്നേ ഉണ്ടാകത്തുള്ളൂ. ആഹാ എങ്കിൽ പിന്നെ നീ 2 മണിക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെക്കടി. ഏയ് അത് വേണ്ട, ഭക്ഷണം രാവിലേക്ക് ചീത്തയായി പോവും. എന്റെ മക്കളുടെ വയറ് കേട് വരുത്തണ്ടല്ലോ. അമ്മ എന്തിനാ ഇങ്ങനെ കണ്ണിച്ചോറില്ലാതെ സംസാരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. നീ മനുഷ്യനായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ലടി. ദേ എനിക്ക് ഇനി മറ്റൊരു വാക്കില്ല, ഞാൻ പറഞ്ഞത് നാളെ ചെയ്തോളണം കേട്ടോ. ഇതും പറഞ്ഞ് ദേഷ്യം പിടിച്ച് ചന്ദ്രമതി എവിടുന്ന് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുകയാണ് നമ്മുടെ രേവതി. ഓക്കെ അങ്ങനെ പിറ്റേ ദിവസം പുലർച്ചെ 4 മണിക്കാണ് കാണിക്കുന്നത്. സച്ചിയുടെയും രേവതിയുടെയും മുറിയിൽ അലാറം ഇങ്ങനെ അടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ സച്ചി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. രേവതി ദേ അലാറം അടിയുന്നു, നീ എഴുന്നേൽക്കുന്നില്ലേ? പൂവെടുക്കാൻ പോണ്ടേ? അത് പിന്നെ സച്ചിയേട്ടാ ഇന്ന് പോണ്ട. അതെന്താ രേവതി, ഇന്ന് നല്ല കച്ചവടം നടക്കുന്ന ദിവസമല്ലേ, അപ്പൊ പിന്നെ നീ എന്താ പോവണ്ടെന്ന് പറയുന്നത്? സാധാരണ ഈ ദിവസം വരുമ്പോ നീയാണല്ലോ നേരത്തെ എഴുന്നേൽക്കാറ്. സച്ചേട്ടാ ഇന്നെന്തായാലും വേണ്ട. എന്തു പറ്റി? നിനക്ക് കടയിൽ പോവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്തോ ഒരു വയ്യായ്മ പോലെ സച്ചേട്ടാ. എന്തു പറ്റി രേവതി? നീ എന്നോട് എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല സച്ചേട്ടാ. രേവതി നീ എന്നോട് കള്ളം പറയല്ലോ? അല്ല സച്ചേട്ടാ. രേവതി നീ എഴുന്നേറ്റേ. എന്താ സച്ചേട്ടാ? ദേ എന്തുകൊണ്ടാ നീ പോവാത്തത്? നീ നിന്റെ ഭർത്താവിനെ ചതിക്കുകയാണോ? ശരി നിന്റെ മനസ്സിലുള്ള രഹസ്യം നീ മനസ്സിൽ തന്നെ വെച്ചോ. ഇനി ഞാനും അങ്ങനെ ചെയ്യാലോ. സച്ചേട്ടാ വേണ്ട, ഞാൻ പറയാം. എങ്കിൽ പിന്നെ പറ. അങ്ങനെ വരട്ടെ, സത്യങ്ങളൊന്നും മറച്ചു വെക്കരുത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സത്യങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല, അത് നിനക്ക് അറിഞ്ഞൂടെ? സച്ചേട്ടാ വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ തന്നെ രാവിലെ സുധി ഒന്നും കഴിക്കാതെയാ പോയത്. ഇനി ഇന്നും അതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ അമ്മ എന്നെ വഴക്ക് പറയും. അപ്പൊ അതാണ് കാര്യം. അവർ നിന്നെ ഭീഷണിപ്പെടുത്തി വരട്ടിയല്ലേ, അതിൽ നീ പേടിച്ചു പോയി. എന്നാലേ അത് സച്ചിയുടെ അടുത്ത് നടക്കില്ല. നീ മര്യാദയ്ക്ക് എഴുന്നേറ്റ് കുളിച്ചു മാറ്റി ഒരുങ്ങി വരാൻ നോക്കിയേ. വേണ്ട സച്ചിയേട്ടാ, അമ്മ ഇന്നലെ എന്നോട് അങ്ങനെയാ സംസാരിച്ചത്. അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ദേ രേവതി ഞാൻ പറയുന്നത് കേൾക്കുന്നോ? നീ അവര് പറയുന്നത് കേൾക്കുന്നോ? ഞാൻ സച്ചിയേട്ടൻ പറയുന്നത് കേൾക്കൂ. എങ്കിൽ പിന്നെ നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഇല്ലെങ്കിലേ നീ ഇവരോടൊപ്പം ഇവിടെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നീ പിന്നെ എന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ശരി സച്ചിയേട്ടൻ ഇനി അതും ഇതും പറയണ്ട, ഞാൻ വന്നോളാം. അങ്ങനെ അവര് കുളിച്ച് മാറ്റി ഒരുങ്ങി പൂവെടുക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ചന്ദ്രമതി എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. എടി എങ്ങോട്ട് നീ പോകുന്നത്? അതെന്താ നിങ്ങൾ അറിയാത്ത പോലെ? അവൾ എന്നും രാവിലെ പൂവെടുക്കാൻ പോകുന്ന വിവരം നിങ്ങൾക്കറിയില്ലേ? എടാ സച്ചി നീ ഇതിൽ കയറി ഇടപെടണ്ട. രാവിലെ നേരത്തെ സുധിക്ക് പോകണം, സുധിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇവളെ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോട്ടെ. നിങ്ങളുടെ മകന് ഭക്ഷണം ഉണ്ടാക്കാൻ എന്റെ ഭാര്യ എന്തിനാ? അവനൊരുത്തിയെ കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, അവളോട് പറ ഉണ്ടാക്കി വെക്കാൻ. അല്ലാതെ ഞാൻ എന്റെ ഭാര്യയെ കെട്ടിക്കൊണ്ട് വന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി വായിലോട്ട് വെച്ച് തരാനല്ല. ആ സമയത്ത് രവി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്താ ചന്ദ്ര ഇത്? അവർ പൂവെടുക്കാൻ പോവല്ലേ, നീ എന്തിനാ അതിന് വഴക്കുണ്ടാക്കുന്നത്? ദേ രവിയേട്ടാ, നമ്മുടെ സുധിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കണ്ടേ? അവൻ ഇന്നലെ തന്നെ ഭക്ഷണം കഴിക്കാതെയല്ലേ പോയത്. എങ്കിൽ പിന്നെ നീ ഉണ്ടാക്ക്. മോൾക്ക് രാവിലെ പൂവെടുക്കാൻ പോകേണ്ടത് നിനക്ക് അറിയുന്നതല്ലേ? അല്ലെങ്കിൽ പിന്നെ ശ്രുതിയോട് പറ. ഇതൊന്നും ഇല്ലാതെ അവളുടെ ജോലി എന്തിനാ നീ തടസ്സപ്പെടുത്തുന്നേ? രവിയേട്ടൻ നീ ഇനി ഒന്നും പറയണ്ട. സച്ചി അവളെ വിളിച്ച് പൂവെടുക്കാൻ പോ. ഇത് വലിയ കഷ്ടാണല്ലോ. ഓക്കെ അങ്ങനെ അവര് പൂവെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. രവിയേട്ടാ നിങ്ങൾ ഒരൊറ്റ ആളാ അവളിപ്പോ പോവാൻ കാരണം. അതെ നിന്റെ മകന് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നീയോ അല്ലെങ്കിൽ അവന്റെ ഭാര്യയോ ശ്രമിക്കണം, അല്ലാതെ മറ്റൊരാളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കുന്നത് മോശമല്ലേ? എന്താ ചന്ദ്ര ഇത്? മോശം തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ നിനക്ക്. എന്നെ കളിയാക്ക്. അവൾ അങ്ങനെ അങ്ങ് ഉയരണ്ട, അവൾ ഇങ്ങോട്ട് വരട്ടെ. എന്നിട്ട് ചന്ദ്രപതി ശ്രുതിയെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ, കൃത്യസമയത്തിന് ഇവരൊക്കെ എഴുന്നേൽക്കൂ. ഞാൻ തന്നെ ഇനി അടുക്കളയിൽ കയറണം. ഇതും പറഞ്ഞ് ചന്ദ്രപതി അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങുകയാണ്. ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി പൂവെടുത്ത് വരുന്നതാണ്. സമയം ഏകദേശം രാവിലെ 7:30 കഴിഞ്ഞു കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, രേവതി എനിക്ക് നന്നായിട്ട് വിശക്കുന്നു, ഇന്നലെ അധികം ഒന്നും കഴിച്ചില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതാ രാവിലെ വിശക്കുന്നുള്ളത്, കഴിക്കാനായിട്ടല്ലേ ഇപ്പൊ വിശക്കുന്നത്. അല്ല രേവതി നിനക്ക് വിശക്കുന്നൊന്നുമില്ലേ?
ഏയ് എനിക്ക് വിശപ്പൊന്നുമില്ല. അതിനെങ്ങനെയാ? നീ ആവശ്യത്തിന് വല്ലതും കഴിച്ചാലല്ലേ നിനക്ക് വിശപ്പുണ്ടാകൂ. ഒരു കാര്യം ചെയ്യ്, സച്ചിയേട്ട പെട്ടെന്ന് വീട്ടിലോട്ട് വിട്. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരാം. എന്ത്? വീട്ടിലെത്തി ഇനി നീ ഉണ്ടാക്കണം? അത്രയും നേരം ഞാൻ കാത്തിരിക്കണ്ടേ? അതിനെന്റെ വിശപ്പ് സമ്മതിക്കില്ല രേവതി. എന്റെ സച്ചിയേട്ട, എനിക്കൊരു അരമണിക്കൂർ മതി. ഇവിടുന്ന് അങ്ങോട്ട് ഓടി എത്തണമെന്ന് തന്നെ 10-15 മിനിറ്റ് പിടിക്കും. അത് കഴിഞ്ഞ് അവിടെ എത്തി ഭക്ഷണം ഉണ്ടാക്കി. ഒയ്യോ, എനിക്കൊന്നും വയ്യ. 1 മണിക്കൂർ എങ്ങനെയായാലും പിടിക്കും. ദേ രേവതി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. തൽക്കാലം ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതിന് സമ്മതിക്കാതിരിക്കരുത്. എന്താ? രേവതി, ദേ എനിക്കറിയാവുന്നൊരു ഹോട്ടലുണ്ട്. നല്ല ചൂട് പറക്കുന്ന മസാല ദോശയും അതിൻ്റെ കൂടെ പലതരം കറികൾ, ചട്നി, സാമ്പാർ, വട. തൽക്കാലം രേവതി, നമുക്ക് അവിടെ പോയി കഴിച്ചാലോ? അതൊന്നും വേണ്ട സച്ചേട്ടാ, ഒരുപാട് പൈസയാവില്ലേ? അത് മാത്രമല്ല, അവിടെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോന്നും പറയാൻ പറ്റില്ല. അന്ന് തന്നെ വാങ്ങിക്കൊടുത്ത നിനക്ക് ഓർമ്മയുണ്ടല്ലോ, എല്ലാവരും പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു പോയി. അമ്മയാണെങ്കിലോ നമ്മൾ കൊണ്ടുകൊടുത്ത ഭക്ഷണം കഴിച്ചോ? ഇല്ലല്ലോ. ഇനി അവർക്ക് ഭക്ഷണമായിട്ട് ചെല്ലാതിരിക്കുന്നതാ നല്ലത്. നീ എന്ത് പറയുന്നു? എനിക്ക് വിശന്നിട്ട് വയ്യ. എങ്കിൽ ശരി, പോവാം. അങ്ങനെ അവർ രണ്ടുപേരും സുധി ജോലി ചെയ്യുന്ന കടയിലോട്ട് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സുധി ജോലി ചെയ്യുന്ന കടയാണ്. സുധിയാണെങ്കിൽ അവിടുത്തെ ഓണറോട് ഇങ്ങനെ കെഞ്ചുന്നുണ്ട്. ചേട്ടാ പ്ലീസ് ചേട്ടാ, എനിക്ക് ആദ്യത്തെ ആ ഓർഡർ എടുക്കുന്ന ജോലി തന്നെ മതി. എടാ, നിനക്ക് ആ ജോലി ശരിയാകത്തില്ല. നീ തന്നെ കണ്ടില്ലേ, ഇന്നലെ ഇന്നുമൊക്കെ നീ ഓർഡർ എടുക്കുന്നവരൊക്കെ നിന്നോട് ചൂടായി സംസാരിക്കുക. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഓർഡർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നിന്നെ കണ്ടിട്ട് എനിക്ക് പറഞ്ഞുവിടാൻ തോന്നാത്തതേ, നിന്നെ കണ്ടിട്ട് കുറച്ച് വൃത്തിയും മെനയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് മാത്രമായി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴേ പറഞ്ഞു വിട്ടേനെ. ദേ, ഇന്നലെ പോയ കസ്റ്റമേഴ്സ് ഒരു 10-300 രൂപയ്ക്കെങ്കിലും എന്തെങ്കിലും കഴിച്ചേനെ. നീ കാരണം അവരിവിടുന്ന് എഴുന്നേറ്റ് പോയത്. അങ്ങനെ ഇന്നലെയും 1-2 കസ്റ്റമേഴ്സ് വലിയ തൃപ്തിയില്ലാതെ ഭക്ഷണം കഴിച്ചു പോയത്. അങ്ങനെ നിന്നെപ്പോലുള്ളവരുണ്ടാകുമ്പോഴേ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് ഇന്ന് മുതൽ നീ ഓർഡർ എടുക്കണം. ഭക്ഷണം അവർക്ക് സെർവ് ചെയ്ത് കൊടുത്താൽ മതി. എന്റെ ഒരു ഗതികേട്. 10ാം ക്ലാസ് വരെയല്ലേ പഠിച്ചത്, ഗതികേടൊക്കെ കാണും. ഇതും പറഞ്ഞ് അയാൾ അവിടുന്ന് പോകാണ്ടോ. ആ സമയത്താണ് സച്ചിയും രേവതിയും ഹോട്ടലിലോട്ട് കയറി വരുന്നത്. അപ്പൊ തന്നെ രേവതിയാണ് കേട്ടോ സുധിയെ കാണുന്നത്. അയ്യോ സുധി, സച്ചേട്ടാ. എന്തു പറ്റി രേവതി? ദേ, അത് സുധിയല്ലേ? ഇത് സുധിയാണല്ലോ. വേറൊന്നും ആയിരിക്കില്ല രേവതി, നീ രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയില്ലല്ലോ, അപ്പൊ ഇവിടേക്ക് കഴിക്കാൻ വന്നതായിരിക്കും. പക്ഷെ ശ്രുതിയെ കാണുന്നില്ലല്ലോ. പൗഡർ എടുത്ത് വേറെ എവിടുന്നല്ലേ കഴിച്ചു കാണും, വല്ല 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും. ദേ, നീ വന്നേ രേവതി. ഇതും പറഞ്ഞ് ഒരു ടേബിളിൽ പോയിട്ട് സച്ചിയും രേവതി ഇരിക്കാൻ കേട്ടോ. ആ സമയത്ത് സുധിയെ വിളിച്ചിങ്ങനെ സച്ചി കൈകൊണ്ട് കാഞ്ഞം കാണിക്കുന്നുണ്ട്. സച്ചിയെ കണ്ട പാടത്തിന് സുധി ആകെ പരങ്ങളിലാവാൻ കേട്ടോ. സുധി പെട്ടെന്ന് തന്നെ അവരെ കാണാതെ ഒളിഞ്ഞു നിൽക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഓണർ വിളിക്കുന്നുണ്ട്, സുധി ഇങ്ങോട്ട് വന്നേ. ദേ, അവിടെ 2 കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അല്ല, ഞാനല്ലല്ലോ അതിന് ഓർഡർ എടുക്കുന്ന ആള്. അത് പറഞ്ഞപ്പോഴാ, ഓർഡർ എടുക്കുന്നവനെ ഞാൻ ഒരു ഡെലിവറിക്ക് പറഞ്ഞു വെച്ചിരിക്കാം. തൽക്കാലം നീ അവിടെ പോയി ചോദിക്ക്. അയ്യോ, അത് വേറെ ആരെങ്കിലും പറഞ്ഞു വിട്ടാ പോരെ? എന്തോന്ന്, നീ ഇവിടെ ജോലി എടുക്കാൻ വന്നതല്ലേ, പറഞ്ഞ പണി പോയി ചെയ്യടാ. വല്ലാത്ത കഷ്ടമായി പോയില്ല. ഇങ്ങനെ പറഞ്ഞ് എന്നോടിഞ്ഞുകൊണ്ട് സുധി അവരുടെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. അല്ല, ഇതാര്? സുധിയോ? എന്താടാ നീ ഇവിടെ? ഇനി നിന്റെ ഭാര്യയോട് നിനക്ക് വല്ലതും വെച്ചുണ്ടാക്കി തരാൻ പറഞ്ഞുകൂടാടാ വീട്ടില്. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇവിടെ വന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട് ഒന്നും പറയാത്ത മട്ടില് സുധി അവിടെ തന്നെ നിൽക്കാൻ കേട്ടോ. അതെ, നിന്നോടാ ചോദിച്ചത്. സച്ചി, നീ ഇത് നിർത്തിക്കോ. നീ എന്നെ നാണം കെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ഇങ്ങോട്ട് വന്നതല്ലേ? രേവതി, ഇവനിതെന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയുന്നതാണ് ഇപ്പൊ നിനക്ക് കുറ്റം. ആ സമയത്ത് ഓണർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഓർഡറും പോയി പോകുന്നുള്ള മട്ടില് ഓണർ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ ദേ ഇവനോട് പറഞ്ഞാൽ മതി. ആരോട്? അതെന്ത് ചോദ്യ സാറേ, ഇത്രയും വലിയൊരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ നിന്നിട്ട് നിങ്ങൾ ആളെ കാണുന്നില്ലേ? ഇവനോ? ഇവനിവിടുത്തെ ജോലിക്കാരനാണോ? അതെ, ഇന്നലെ ജോയിൻ ചെയ്തതുള്ളൂ സച്ചി. എന്നാലും ദിവാകരേട്ടാ, നന്ദിയുണ്ട്, ജോലിയില്ലാത്തവനൊരു ജോലി കൊടുത്തല്ലോ. അല്ല, നിങ്ങൾ മുമ്പ് പരിചയക്കാരാണോ? ആണോന്നോ? ഇദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ചേട്ടാ വേണ്ട ചേട്ടാ, മിണ്ടാണ്ടിരിക്കടാ. അത് ഞാൻ പറയട്ടെ. സച്ചി എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അവനിവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാറുണ്ട്, ഞങ്ങളുടെ ഓർഡറൊക്കെ ഇവിടെ എത്തിച്ചേരാറുണ്ട്. സച്ചി, നിന്റെ ഈ കൂട്ടുകാരനുണ്ടല്ലോ, ഇന്നലെ ഞാൻ ഓർഡർ എടുക്കാൻ ഏൽപ്പിച്ചതാ. ഓർഡർ എടുക്കാൻ വരുന്നവരൊക്കെ ഇവനായിട്ട് എന്തെങ്കിലും ഉടക്കുണ്ടാക്കി പോവും. അപ്പൊ പിന്നെ ഇവനിക്കിപ്പോ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന പണിയാണ്. അപ്പോ ഇവിടെ ഭക്ഷണം എടുത്തു കൊടുക്കുന്ന പണിയാണ് നിന്റെ ഓഫീസിലെ പണി അല്ലേടാ? എന്തായാലും ഓർഡർ ഇവിടെ കൊടുക്കേട്ടോ. ഇതും പറഞ്ഞ് ആ ഓണർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, കൊള്ളാടാ, നിന്റെ ഓഫീസിലെ ജോലി അപ്പൊ ഈ ഹോട്ടൽ ജോലിയാണല്ലേ? അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്തിനാ സുധി, നിങ്ങൾക്ക് ഉള്ളതുപോലെ പറഞ്ഞാ പോരെ? ഇങ്ങനെ വലിയ ഓഫീസിലെ ജോലിയാന്നൊക്കെ പറഞ്ഞ് എന്തിനാ ആ പാവം പെണ്ണിനെ ഇങ്ങനെ പറ്റിക്കുന്നത്? അത് പിന്നെ രേവതി, ഞാൻ അവളെ പറ്റിക്കുമല്ല. അവൾ ഇന്നലെ എന്നോട് നിർബന്ധം പിടിച്ചു പറഞ്ഞു, ദേ ഇവൻ എന്നെ കളിയാക്കിയപ്പോ എന്ത് ജോലിക്കാണെങ്കിലും പോയേ പറ്റൂന്ന്. അപ്പൊ പിന്നെ എന്റെ മുന്നിൽ ഇതേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ പോയ ഇന്റർവ്യൂക്കും എന്നെ എടുത്തില്ല.
എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജോലിയെ കിട്ടിയതെന്ന് വീട്ടിൽ എന്താ പറഞ്ഞാല്? അതെങ്ങനെയാ രേവതി ശരിയാവുക? ഇതിപ്പോ ഡ്രൈവർ ജോലിയേക്കാളും തരം താന്ന ജോലിയല്ലേ, അതവൻക്ക് വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമോ? സച്ചേട്ടാ, എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട്. ഈ ജോലി എന്തിനാ കുറച്ച് കാണുന്നത്? ഇങ്ങനെ എല്ലാരും അധ്വാനിച്ച് തന്നെയല്ലേ ജീവിക്കുന്നത്. അതങ്ങനെയൊക്കെ തന്നെ രേവതി. എന്നാലും ഇവനെ ഞാൻ ഇവിടെ ഈ കോലത്തിൽ കാണുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇത് ഞാൻ വീട്ടിൽ അറിയിക്കും. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എടാ സച്ചി, ഞാൻ നിന്റെ കാല് പിടിക്കും, നീ ദയവ് ചെയ്ത് ഇതൊന്നും വീട്ടിൽ പോയി പറയല്ലേ. അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നീയും നിന്റെ ഭാര്യയൊക്കെ വീട്ടിലുള്ളവരെ നിരന്തരം കബളിപ്പിച്ചോണ്ടിരിക്കുക. ശ്രുതി എന്ത് കബളിപ്പിച്ചെന്നാ? ശ്രുതിയെ നീയൊക്കെ കണക്ക് തന്നെയാടാ. ഇതെന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞിരിക്കും. അത് നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അയ്യോ രേവതി, ഒന്ന് പറ രേവതി. അപ്പൊ രേവതി പറയുന്നുണ്ട്, നിങ്ങൾ ഈ കള്ളത്തരത്തിനൊന്നും എനിക്ക് കൂട്ടിക്കാൻ പറ്റില്ല. എന്നാലും സച്ചേട്ടാ, ഇത് വീട്ടിൽ ചെന്ന് പറയണ്ട. അത് ശ്രുതിക്കൊക്കെ വലിയ വിഷമാവും. ആവുകയാണെങ്കിൽ ആവട്ടെ. പൗഡർ എടുത്തിക്കേ, കുറച്ച് ഇളക്കം കൂടുതലാ. ഇന്നലെ പൗഡർ എടുത്തി പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? എന്നെ ഒരുമാതിരി തരം താഴ്ത്തി കെട്ടിയിട്ട്. എന്റെ ജോലി ഒന്നിനും കൊള്ളാത്ത ജോലിയാണത്രേ. അപ്പൊ ഈ ജോലി നല്ല അന്തസ്സുള്ള ജോലിയായിരിക്കും അല്ലേ? അതിന് ശ്രുതിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇയാൾ ഇങ്ങനെ ഒരു ജോലിയാ ചെയ്യുന്നെന്നുള്ളത് ശ്രുതിക്ക് അറിയില്ലല്ലോ. സച്ചേട്ടാ, ഇത് തൽക്കാലം വീട്ടിൽ പറയണ്ട. അത് പറ്റില്ല, എനിക്കത് പറയണം. വേണ്ട സച്ചേട്ടാ, നിങ്ങൾ ഇത് ഇനി അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രുതിക്ക് പറ്റില്ല. ശ്രുതി വീണ്ടും വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നറിയോ? അതെ രേവതി, അതങ്ങ് പറഞ്ഞു കൊടുക്ക് രേവതി. എന്റെ ശ്രുതി വീട് വിട്ട് പോവും. നിവൃത്തികേടോടെ ഞാൻ ഈ ജോലിക്ക് വന്നത്. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ശ്രുതിയെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലേ എനിക്ക് ആ പറഞ്ഞ് ശ്രുതിയെ ആലോചിച്ചിട്ട് വലിയ വിഷമമൊന്നുമില്ല. കാരണം അവളും ഇവനെ പോലെ തന്നെ പഠിച്ച കള്ളിയാ. ദേ സച്ചി, നീ വെറുതെ എന്റെ ശ്രുതിയെ പറഞ്ഞാലുണ്ടല്ലോ. പറയൂടാ, നീ എന്ത് ചെയ്യും? ആ സമയത്ത് ഓണർ പറയുന്നുണ്ട്, എടാ നീ ഓർഡർ എടുത്ത് കൊടുക്കുന്നില്ലേ, അവിടെ വഴക്കുണ്ടാക്കുകയാണോ? ഇല്ല ചേട്ടാ, കൺഫ്യൂഷനില്ല, ഞാൻ എടുക്കുന്നുണ്ട്. പെട്ടെന്നാവട്ടെ. രേവതി, ഇവ മതം പൊട്ടി നിൽക്കുക. നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിന്റെ രേവതി. അതെ, സച്ചേട്ടൻ ഇത് വീട്ടിൽ ചെന്ന് പറയില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന പടത്തന്നെ ഈ വിവരം ശ്രുതിയോട് പറയണം, മറ്റാരോട് പറഞ്ഞില്ലെങ്കിലും. പക്ഷെ അതെങ്ങനെ ഞാൻ പറയും? എങ്ങനെയെങ്കിലും പറഞ്ഞേ പറ്റൂ. സ്വന്തം ഭാര്യയെ പറ്റിച്ച് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ശരി, ഞാൻ വന്നിട്ട് ശ്രുതിയോട് പറഞ്ഞോളാം. ഇവനോട് എല്ലാവരുടെ ഇടയിട്ട് നാണം കെടുത്തി പറയിപ്പിക്കരുതെന്ന് പറ. സച്ചേട്ടാ, വേണ്ട സച്ചേട്ടാ, ഇവരുടെ ജീവിതം നമ്മൾ എന്തിനാ ഇങ്ങനെ കൊളം തോണ്ടുന്നത്? ശരി, ഇവൻ നന്നാവുമെങ്കിൽ നന്നാവട്ടെ. അതിന് ഞാൻ വാടിക്ക് വെക്കണമെങ്കിൽ അതും ആവാം. എന്തായാലും ഇവനൊന്ന് നന്നായി കണ്ടാ മതി. അതിരിക്കട്ടെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്കൊന്നും വേണ്ട. രേവതി, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ? ഒന്നും വേണ്ട സച്ചേട്ടാ, നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കാം. അയ്യോ, അത് പറഞ്ഞാൽ പറ്റില്ല രേവതി. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലേ അയാൾ എന്നോട് ചീത്ത പറയും. എന്നാ പിന്നെ നിനക്ക് രണ്ടെണ്ണം കിട്ടണം. എന്നാ പിന്നെ ഇവിടുത്തെ കഴിക്കേണ്ട രേവതി, നമുക്ക് പോയാലോ? വേണ്ട, സുധിക്ക് ചീത്ത കേൾക്കുന്നല്ലേ പറഞ്ഞത്. എന്തെങ്കിലും ഓർഡർ ചെയ്യ്. അങ്ങനെ സച്ചി ഓരോന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട് സുധി ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, സുധി നീ രാവിലെ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, അവിടെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. എങ്കിൽ പിന്നെ നീ ഇവിടെ ഇരിക്കി. എനിക്ക് വേണ്ട, എനിക്ക് അടുത്ത കസ്റ്റമേഴ്സ് വരുന്നു, അവർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കണം. ഇവിടെ ഇരിക്കി, അയാളോട് ഞാൻ പറഞ്ഞോളാം. വേണ്ട സച്ചി, ഇനി അയാൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. നിന്നോട് ഞാൻ ഇരിക്കാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഇത് പൗഡറേട്ടത്തി അറിയിക്കണോ? വേണ്ട, ഞാൻ ഇരുന്നോളാം. അങ്ങനെ സച്ചി സുധിക്കും ഭക്ഷണം ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെയുള്ള ഓണർ വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ഇത്, നീ എന്താടോ ഇവിടെ വന്നിരിക്കുന്നേ? അത് എന്നോട് ഇവൻ ഇരിക്കാൻ പറഞ്ഞതാ. ചേട്ടാ, ഇതെന്റെ സ്വന്തം ചേട്ടനാ, സുധി. സച്ചി, നിന്റെ ചേട്ടനാണോ ഇത്? അതെ. നിന്റെ ചേട്ടൻ എന്തിനാ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നേ? അതൊക്കെ വലിയ കഥയാ. എന്തായാലും ചേട്ടാ, ഇവൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. ഇത് കഴിഞ്ഞിട്ടേ നീ ഈ ചേട്ടൻ പറയുന്ന പോലെയൊക്കെ ചെയ്യ്. ഞാൻ ചെയ്തോളാം സച്ചി. ചെയ്താൽ നിനക്ക് കൊള്ളാം. ചേട്ടാ, ഇവനെ നന്നായിട്ട് സൂക്ഷിച്ചോളണം. ഇവനെ കൊണ്ടേ കഴിയുന്നതും ചേട്ടൻ പണിയെടുപ്പിക്കും. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ ടിച്ച് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് നിന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് തന്നെ മാക്സിമം നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.